ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ഏലിയാവിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ പ്രത്യേകതയും നാം ചിന്തിച്ചു. എന്നാൽ അത്രയും അത്ഭുത കാര്യങ്ങൾ തൻ്റെ ഇടത്തോടുകൂടെ രാജാവിൻ്റെ മുൻപാകെ ചെയ്ത ഏലിയാവ് ഒരു നിമിഷം, ബലഹീന നിമിഷം വന്നപ്പോൾ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു. പിന്തിരിയുന്നതായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ തൻ്റെ ഇടം, ധൈര്യം അത് ക്ഷയിച്ചതായിട്ട് കാണുന്നു. ഒരു ബലഹീന നിമിഷം. ആ ഭാഗമൊന്ന് വായിക്കാം. എന്നിട്ട് പെട്ടെന്ന് വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹ്രസ്വമായി തന്നെ ഞാൻ അത് നിവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പിന്നീട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരെ താമസിപ്പിച്ച് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ച്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, ഇത്രമാത്രം ധൈര്യത്തോടുകൂടെ, ഇത്രമാത്രം സാഹസികമായിട്ടും, ഇത്രമാത്രം വിശ്വാസത്തോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെ ആ രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചതായിട്ടുള്ള ഏലിയാവ് രാജാവിന്റെ മുമ്പിൽ തന്റെ ഇടം കാണിച്ച ഏലിയാവ് ഇസബേലിന്റെ വാക്കിൽ അധൈര്യപ്പെട്ട് ഓടിപ്പോകുന്നതായിട്ട് കാണാം. ആ സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അവൻ ആ സമയത്ത് ഇസബേലിന്റെ മുഖത്തേക്കാണ് നോക്കിയത്, ദൈവത്തിന്റെ മുഖത്തേക്കല്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമുക്ക് ഒരു സിമിലർ ദൃഷ്ടാന്തം പത്രോസിന്റെ ജീവിതത്തിൽ കാണാം. ആ വെള്ളത്തിൽ കൂടെ നടക്കുവാൻ അവൻ ആവശ്യപ്പെട്ടു. കർത്താവ് നടന്നുകൊള്ളാൻ പറഞ്ഞു. അവൻ നടക്കുവാൻ തുടങ്ങി. തിര വന്നപ്പോൾ നടക്കുവാൻ പറഞ്ഞ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം തിരയിലേക്ക് നോക്കിയതുകൊണ്ട് അവൻ ഭ്രമിച്ചു പോയി. ഇവിടെ എലിയാവിനും അതാണ് സംഭവിച്ചത് എന്ന് കാണുവാൻ കഴിയും. എന്നിട്ട് എന്തുണ്ടായി? ഓടിപ്പോയി. അനേക ദിവസത്തെ വഴിയാണ് ഓടിപ്പോയത്. അടുത്തൊന്നും അവൻ നിന്നില്ല. ഒരുപക്ഷെ അവൻ ചിന്തിച്ചു കാണും, പണ്ട് സെരഫാത്തിലും അതുപോലെ കരിത്തോട്ടിലൊക്കെ നിന്നെങ്കിലും രക്ഷപ്പെട്ടെങ്കിലും എപ്പോഴും അങ്ങനെ സാധിച്ചെന്ന് വരികയില്ല. ഇപ്രാവശ്യം അവൻ ബഹുദൂരമാണ് പോയത്. തിരികെ വരുമ്പോൾ 40 ദിവസത്തെ വഴി നടന്ന് തിരികെ വന്നതായിട്ടൊക്കെ ഈ 19-ാം അധ്യായത്തിൽ കാണുന്നില്ല. അത്രയും ദൂരം അവൻ പോയി. എന്നിട്ട് എന്തുണ്ടായി? അവന് വിശ്രമിപ്പാൻ ലഭിച്ചത് ചൂരച്ചെടിയുടെ തണലാണ്. ചൂരച്ചെടിയിൽ വലിയ തണലൊന്നും കിട്ടുകയില്ല. ചൂരൽ നമുക്കറിയാം. ആ ചൂരച്ചെടിയും കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഏപ്പുകളിലും, ആ വട്ടത്തിൽ വടു കാണുന്ന ഓരോ ഏപ്പുകളിലും കൊച്ചു കൊച്ചു പൊടി പോലുള്ള ഇലകളുണ്ടാകും. അതിൻ്റെ ആ അറ്റത്ത് കുറച്ച് അധികം ഇലകൾ, അത് കൊച്ചു കൊച്ചു ഇലകൾ ഉണ്ടാകും. അത് ഒരു തണലൊന്നും നൽകുന്നതല്ല. എന്നാൽ കൂട്ടമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ഷെയ്ഡ് ഉണ്ടാകും. പിന്മാറി ഓടിപ്പോയ അവന് ആശ്വാസത്തിന് കിട്ടിയത് ചൂരച്ചെടിയുടെ തണൽ മാത്രമാണ്.
അതൊരു വാക്ക് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ നിന്ന് പിന്മാറി അകന്നു പോകുന്നവർക്ക് സ്വസ്ഥത ഉണ്ടാവുകയില്ല, സംരക്ഷണവും ഉണ്ടാവുകയില്ല. ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഈ ആയുധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സർവായുധ വർഗം, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് പഠിക്കുവാനിടയായപ്പോൾ ഓരോന്നിൻ്റെ ഉപയോഗവും അതിൻ്റെ സ്ഥാനവും ഒക്കെ കണക്കാക്കി നോക്കിയപ്പോൾ പുറത്ത് സംരക്ഷണത്തിനായിട്ട് വെച്ച് കെട്ടുവാൻ ഒന്നുമില്ല. ചെസ്റ്റിലുണ്ട്, തലയിലുണ്ട്, എല്ലാം ഉണ്ട്, പുറത്തൊന്നുമില്ല. അക്കാലത്തെ യുദ്ധങ്ങളിൽ ചിലപ്പോൾ അത് നേരിട്ടുള്ള വാളും കുന്തവും അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചുള്ള യുദ്ധമാണല്ലോ. ചിലപ്പോൾ പിന്തിരിഞ്ഞ് ഓടേണ്ടതായിട്ട് വരും. അന്നൊക്കെ, ഇന്നിപ്പോ ബോംബുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരെ സ്ഥലത്തിരുന്നിട്ടാണ് യുദ്ധം. അന്ന് അങ്ങനെയല്ലല്ലോ. ഈ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പും അങ്ങനെയല്ലായിരുന്നു. ഫീൽഡിലാണ് യുദ്ധം. ചിലപ്പോൾ പിന്തിരിഞ്ഞ് ഓടേണ്ടതായിട്ട് വരും. അതിന് പിന്തിരിഞ്ഞ് ഓടുന്നു എന്നല്ല പറയുക. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ടാക്ട്ഫുൾ റിട്രീറ്റ്, തന്ത്രപരമായ പിന്മാറ്റം എന്ന് അതിനെ പറയും. തോറ്റ പിന്മാറ്റം എന്ന് പറയാറില്ല. പക്ഷെ എനിവേ പിന്മാറേണ്ടുന്ന അവസ്ഥ വരും. ആ കാലത്തെ യുദ്ധരീതി അനുസരിച്ച് പിന്മാറുന്നവർക്ക് പുറകിൽ നിന്ന് അമ്പോ അല്ലെങ്കിൽ കുന്തമോ അല്ലെങ്കിൽ മറ്റേ വെടിയുണ്ടയോ വരാം. അപ്പോൾ പുറത്തൊന്നുമില്ലല്ലോ, അതെന്താണ് അങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു. ആ ആയുധങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, പിന്മാറുന്നത് ദൈവിക നിഘണ്ടുവിലില്ല. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി പിന്മാറിക്കൂടാ എന്നുള്ളതാണ്. പിന്മാറിയാൽ അവന് സംരക്ഷണമില്ല. പത്രോസ് പിന്മാറിപ്പോയി മീൻ പിടിക്കുവാൻ പോയ കഥയൊക്കെ നമുക്കറിയാം, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവന് കിട്ടിയത് ആ ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുവാനാണ്. പിന്നീട് യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവനെ വിളിച്ച് അവനെ തിരികെ കൊണ്ടുവരുന്ന സമയത്ത് 40 നാളും 40 രാത്രിയും രാവും അവൻ നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യഥാസ്ഥാപനം ദുഷ്കരമാണ്, പിന്മാറാതിരിക്കുന്നത് ഉചിതമാണ്. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, ഈ രോഗ സൗഖ്യത്തെക്കാൾ രോഗം വരാതിരിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നല്ലതെന്ന് പലപ്പോഴും നാം പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ പിന്മാറി തിരിച്ചു വരുന്നതിനേക്കാൾ അത് വേണം, പിന്മാറാതിരിക്കുന്നതാണ് ഉചിതം എന്നവിടെ ഒരു പാഠം നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ പിന്മാറി വരുമ്പോഴുള്ള പിന്മാറ്റക്കാരനുള്ള ദോഷം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട്. അവൻ വന്ന് ഓരോ പർവ്വതം എത്തിയപ്പോൾ അവിടെ ഒരു ഗുഹയിൽ കയറി സംരക്ഷണം തേടുകയായിരുന്നു. അഥവാ അവന് പിന്നെയും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ, ആ ഫാക്റ്റിനെ ഫേസ് ചെയ്യുവാൻ അവന് കഴിയാതെ അവൻ ഒളിച്ചിരിക്കുന്ന ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭം അവിടെ അവനെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അവിടെയും സന്ദർശിക്കുകയാണ്. അവിടെ നാം വായിക്കുന്നുണ്ട് 19-11 വാക്യത്തിൽ, രാജാക്കന്മാർ 19-11 അവിടെ നാം വായിക്കുന്നുണ്ട്, ദൈവം അവനെ ധൈര്യപ്പെടുത്തുവാൻ തക്കണം ആദ്യം ഒരു കൊടുങ്കാറ്റിനെ അവന്റെ മുമ്പാകെ വരുത്തുകയാണ്. പാറകളെ പിളർക്കുന്ന കൊടുങ്കാറ്റ് എന്നാണ്, കാറ്റെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ കാറ്റിന്റെ ശക്തി നമുക്കറിയാം. ആ ശക്തനായ ദൈവമാണ് അവനെന്ന് ഏലിയാവിനെ ബോധ്യപ്പെടുത്തി ധൈര്യപ്പെടുത്തുകയാണ്. പിന്നീട് ഭൂകമ്പമുണ്ടായി, പിന്നീട് തീ ഉണ്ടായി. ഇതൊക്കെ ദൈവം തന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ശക്തനായ ദൈവമാണ് ഞാൻ എന്നുള്ള ഉറപ്പ് അവന് കൊടുത്തുകൊണ്ട് അവനോട് മൃദുലമായ ശബ്ദം, അവിടെ അങ്ങനെയാണ് പറയുന്നത്, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് കൊണ്ടുവരികയാണ്. ആ മധ്യത്തിൽ മനസ്സിൽ പെട്ടെന്ന് വന്നതായിട്ടുള്ള ഒരു ചിന്ത, ദൈവം നമ്മോടും പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് തെറ്റി നമ്മുടേതായിട്ടുള്ള വഴികളിൽ, ലോകത്തിൻ്റെ വഴികളിൽ നാം കാണപ്പെടുമ്പോൾ
തെറ്റായ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ദൈവം നമ്മോടും ചോദിക്കും. എന്നോടാണെങ്കിൽ, ജോസേ, നിനക്കിവിടെ എന്ത് കാര്യം? നീ എന്താണ് ഇവിടെ? ഇത് നീ നിൽക്കേണ്ടുന്ന സ്ഥാനമാണോ? ഇത് നീ പ്രവർത്തിക്കേണ്ടുന്ന പ്രവൃത്തിയാണോ എന്ന് എന്നോട് ചോദിക്കും. ഏലിയാവിനോട് അത് ചോദിച്ചു. നമ്മോട് അത് ചോദിപ്പാൻ ഇടവരാതിരിക്കട്ടെ. ഇനി താഴോട്ട് നാം കാണുമ്പോൾ അവിടെ ഈ 19:4 അവൻ ആഗ്രഹിച്ചത് നാം വായിച്ചുവല്ലോ. മതി യഹോവേ, മതി. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ വലിയ ശ്രേഷ്ഠമൊന്നുമല്ല, മതി എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് എടുത്തോ, ഇനി മതി, ജീവിതം മതി എന്ന് അവൻ പറഞ്ഞു. അവന്റെ ആ സാഹചര്യത്തിൽ അവൻ എങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ, അത് ഗ്രഹിച്ച് അതിൽ ആശ്രയിക്കാതെ, അവന്റെ ചുറ്റുപാടുകളിൽ അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ ചിന്തിച്ചുകൊണ്ട് ഇനി മതി, ഇനി ഒന്നും സാധ്യമല്ല എന്നവൻ കണക്കുകൂട്ടി. എന്നാൽ നാം താഴോട്ട് കാണുന്നത് അവിടെ കൊണ്ടൊന്നും ദൈവം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചില്ല. 19 അധ്യായം താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നത് അവനെ ദൈവം ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് ഇനിയും അനേക കാര്യങ്ങൾ ചെയ്യിക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. അവനപ്പോഴത്തേക്കും മതി എന്ന് തോന്നിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ നിരാശ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാൻ ഇടയുണ്ട്. പക്ഷെ നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ കാര്യങ്ങൾ കാണും. അതുകൊണ്ട് അതിനായിട്ട് നാം കാത്തിരിക്കുന്നത്. ഇവിടെ ഏലിയാവിനെ വിളിച്ച് 19 അധ്യായത്തിന്റെ 15 16 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, അസായേലിനെ ആരാം രാജാവായിട്ട് അവൻ അഭിഷേകം ചെയ്യണം. വലിയ കാര്യമാണ്. ഇസ്രായേലിലെ രാജാവല്ല, ആരാമിലെ രാജാവിനെ അവൻ വാഴിക്കണം. കൊച്ചു കാര്യമല്ല, വലിയ കാര്യം. അത് അവനെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് അസായേലിനെ ആരാം രാജാവാക്കുന്നത് മുതൽ ഇസ്രായേലിനോട് ദൈവത്തിന് ചില കണക്ക് തീർക്കുവാനുണ്ട്. അതിനുവേണ്ടിയായിരുന്നു. രണ്ടാമത്, യഹൂവിനെ ശമരിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കണം. അതും ഏലിയാവ് ചെയ്യണം. അതിന്റെ കാരണം ആഹാബ് ഗ്രഹത്തോട് ചില കണക്ക് തീർക്കുവാൻ ദൈവത്തിനുണ്ട്. അതിന് യഹൂവിനെ രാജാവായിട്ട് വാഴിക്കണം. അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന ശുശ്രൂഷ തുടർന്ന് ചെയ്യുവാൻ ഏലീശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. 9 15 16 നാം അത് കാണുന്നു. അത്ര വലിയ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കുവാനുണ്ട്. അവന് ഇനിയും ബാക്കിയുണ്ട് കുറെ കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പക്ഷേ താൽക്കാലികമായിട്ടുണ്ടായ പ്രതിസന്ധിയിൽ അവൻ പതറിപ്പോവുകയാണ്. ഇനി മതി ജീവിതം എന്ന് അവന് തോന്നിപ്പോവുകയാണ്. ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി അവനെ ധൈര്യപ്പെടുത്തി അവനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ശ്രമിച്ചത് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ അവൻ അതൊക്കെ പലപ്പോഴും മറന്ന് അവൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, പിന്നീട് നാം കാണുന്നത് അവൻ ഇതേ ആഹാബ് രാജാവിനെ അനുകൂലമായിട്ട്, അത് ദൈവത്തിന് വേണ്ടി, ആഹാബിന് വേണ്ടിയല്ല, യുദ്ധം ചെയ്യിപ്പാൻ തക്കവണ്ണം തന്ത്രം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഹാബിന്റെ ജീവിതകാലം, ശേഷമുള്ള ജീവിതകാലം മുഴുവൻ അവന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 1 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ആഹാബിന്റെ മകന്റെ കാലത്ത് ഏലിയാവ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, 2 രാജാക്കന്മാർ 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ആഹാബിന്റെ മകൻ മരിച്ച, അവന് മകനില്ലാതെ മറ്റൊരാൾ രാജഭാരം ഏറ്റെടുത്ത ഘട്ടത്തിലും ഏലിയാവ് സജീവമായിരുന്നു. ഇത്രയും ദീർഘദൂരം അവന് പോകുവാനുണ്ട്. ഇത്രയും വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവന് ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. എന്നാൽ അവൻ ഇടയ്ക്ക് വെച്ച് താൽക്കാലികമായിട്ടുള്ള പ്രയാസം കണ്ട് മതി എന്ന് പറയുവാൻ അവൻ ആഗ്രഹിച്ചു. തന്നെയുമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. അവൻ ആഗ്രഹിച്ചത് മരിക്കുവാനാണ്. മരിച്ചു മൺമറഞ്ഞ് അവൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാനാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷെ ദൈവം അവൻ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള, തനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ച, തന്നോട് വിശ്വസ്തത കാണിച്ച, തനിക്ക് വേണ്ടി എളിമയോടെ ശുശ്രൂഷിച്ച,
തനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ള അവനൊരു യാത്രയപ്പ് സാധാരണ നിലയിൽ മരിച്ചു മൺമറഞ്ഞു പോയിക്കൊണ്ടുള്ളതല്ല ദൈവം ആഗ്രഹിച്ചത്. എന്താണ് ദൈവം ആഗ്രഹിച്ചത്? സ്വർഗത്തിൽ നിന്ന് അഗ്നിമയമായിട്ടുള്ള രഥമയക്കുകയാണ്. അത് വലിക്കുവാനായിട്ട് അഗ്നിമയമായിട്ടുള്ള കുതിരകൾ എന്ന് പറഞ്ഞാൽ സാധാരണ രഥങ്ങൾ തന്നെ, രാജാക്കന്മാരുടെ രഥങ്ങൾ തന്നെ ശ്രേഷ്ഠമായതാണ്. അവരുടെ കുതിരകളും ശ്രേഷ്ഠമായതാണ്. അതിലും അതീവ ശ്രേഷ്ഠമായിട്ടുള്ള രഥവും കുതിരകളെയും അയച്ചുകൊണ്ട് രാജോചിതമായ എന്ന് പറഞ്ഞാൽ പോരാ, എക്സ്ട്രാ രാജോചിതമായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു സ്വീകരണമാണ് അവന് ദൈവം ഒരുക്കിയതായിട്ട് കാണുന്നത്. അവൻ ആഗ്രഹിച്ചത് മരിച്ച് മൺമറഞ്ഞു പോകണമെന്നാണ്. നമ്മൾ ഓർത്ത് നോക്കുക, ആ രംഗം എന്നെ വളരെ ത്രസിപ്പിച്ചു. യോസേഫ് യാക്കോബിനെ കൊണ്ടുപോകുവാൻ ഫറവോന്റെ രഥം അയച്ച് ആ രഥം കണ്ടപ്പോൾ തന്നെ ആ യാക്കോബ് എക്സൈറ്റഡ് ആയിപ്പോയി. ജനം തന്നെ സ്തംഭിച്ചു പോയി. ധനികനായിരുന്നുവെങ്കിലും ഒരു ഇടയനെ പോലെയുള്ള ആ യാക്കോബ് ഇതാ രാജോചിതമായിട്ടുള്ളൊരു യാത്ര, അതിനേക്കാളൊക്കെ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യാത്രയാണ്. താൽക്കാലിക ബുദ്ധിമുട്ട് കണ്ടപ്പോൾ മതിയാക്കണമെന്ന് ആഗ്രഹിച്ച അവനെ ദൈവം അനേക തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ഉപയോഗിച്ചെന്ന് മാത്രമല്ല, അത്യസാധാരണമായിട്ടുള്ള ഒരു സ്വീകരണം അവനൊരുക്കി സ്വർഗത്തിൽ നിന്ന് രഥമയച്ച് അവനെ സ്വീകരിച്ചതായിട്ട് കാണുന്നു. നമ്മുടെ ജീവിതത്തിലും താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് കീഴ്പ്പെടുക. ദൈവം നമ്മെ ശ്രേഷ്ഠമായിട്ട് അതിനെ ഉപയോഗിക്കും. ദൈവം നമ്മെ സഹായിക്കും.